ഒറ്റപ്പെടുത്തുന്നവർക്ക് അത് വലിയ സുഖമാണ്. പക്ഷേ ഒറ്റപ്പെടുന്നവരുടെ വേദന അതനുഭവിച്ചവർക്ക് അറിയൂ. ആ മീനാക്ഷിയുടെ വക്കാലത്തുമായിട്ട് വന്നതാണോ കൈമളേട്ട്? ആ മീനാക്ഷി അല്ല, നിന്റെ കൊച്ചുമകൾ മീനാക്ഷി. അവൾ ആരാണെന്ന് കൈമളേട്ടിന് അറിയില്ല. എന്റെ കാർത്തിമോന്റെ ജീവൻ എടുക്കാൻ ജനിച്ചവളാ അവള്. അവൾ ഈ തറവാടിന്റെ നാശം കാണാൻ ഒരുങ്ങി പുറപ്പെട്ടവളാ. എന്റെ ജയരാമന്റെ മകളല്ല അവള്. ആ യക്ഷി മാധുരിയുടെ മകളാ മീനാക്ഷി. ഇവിടെ നടന്ന എല്ലാ നാശങ്ങൾക്കും കാരണം അവളാ. അവൾ ഒറ്റ ഒരുത്തിയ. എനിക്കിതൊക്കെ തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഒടുവില് ആ സിദ്ധം കൂടി തുറന്നു പറഞ്ഞതോടെ പൂർണ്ണ വിശ്വാസമായി. ആ സിദ്ധം പറഞ്ഞതൊക്കെ ഇവരോടുകൂടി പറയും മാലതി. ഇവരും കൂടി കേക്കട്ടെ. സിദ്ധം പറഞ്ഞതൊക്കെ കേട്ടാല് പിന്നെ ഒരു നിമിഷം ആ മീനാക്ഷിയെ നിങ്ങൾ ഈ വീട്ടിൽ നിർത്തില്ല. മീനാക്ഷിക്ക് മാലതി പുതിയ ജാഥ ഇടുകയൊന്നും വേണ്ട. പറഞ്ഞതെന്താണെങ്കിലും അതിവിടെ പറയണം. പറമാലതി. കൊച്ചുമകന്റെ ഭാര്യാസ്ഥാനത്തുള്ള സ്ത്രീ അവൾ ആ തറവാട് മുടിക്കും. ഈ സ്ത്രീ സർവസംഹാരിയായ തീയാണ്. നാശം മാത്രമേ വിതയ്ക്കൂ. എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്തുകൾ തന്നെ. കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും വേഗം പിരിക്കണം. അല്ലെങ്കിൽ ആ മരണവും നാം മുന്നിൽ കാണുന്നു. പിന്നെ സിദ്ധൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഇവിടെ പലതും മാറ്റി ചിന്തിക്കേണ്ടി വരും. മീനാക്ഷിക്ക് കുരുതി കൊടുക്കാനുള്ളതല്ല എന്റെ മകന്റെ ജന്മം. അതെ, മീനാക്ഷിയുടെ തലയെ വരച്ചത് സിദ്ധനല്ല, ദൈവമാണ്.